Dear students, welcome back. ഇന്നത്തെ വീഡിയോയിൽ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. BRSൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പൊതുവെ ബാലൻസ് വരുന്നുണ്ടാവുക ക്യാഷ് ബുക്ക് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസും പാസ്ബുക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസും ആണ്. ജനറലി അങ്ങനെയാണ്. ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ്, ജനറലി ഉള്ള ബാലൻസ് അങ്ങനെയാണ്. എന്നിരുന്നാലും ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് പോലെയുള്ള കേസുകളിൽ പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസും അതേപോലെ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസും ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ്. അതായത് പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, മീൻസ് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും അധികം തുക കറണ്ട് അക്കൗണ്ട് ഹോൾഡറായിട്ടുള്ള ബിസിനസ്മാൻ പിൻവലിച്ചിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെയാകുമ്പോൾ പാസ്ബുക്ക് കാണിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് അഥവാ ഡെബിറ്റ് ബാലൻസ് ആണ്. പാസ്ബുക്ക് പൊതുവേ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇത്തരം സിറ്റുവേഷനിൽ ഓവർ ഡ്രാഫ്റ്റ് വന്ന കേസിൽ, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്മാന് ബാങ്ക് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. കുറഞ്ഞ സമയത്തേക്ക് താൽക്കാലികമായി അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും അധികം തുക പിൻവലിക്കാനുള്ള ഒരു സൗകര്യം, അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈ ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ബിസിനസ്മാൻ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാസ്ബുക്ക് കാണിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് അഥവാ ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നേരത്തെയൊക്കെ നമുക്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അല്ലെങ്കിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ നോർമലായിട്ടുള്ള ബാലൻസുകളാണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ ബാലൻസുകളാണ്. ക്യാഷ് ബുക്കും പാസ്ബുക്കും ഓപ്പോസിറ്റ് ആണല്ലോ. ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസും പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസുമാണ് അതിൻ്റെ നോർമലായിട്ടുള്ള ബാലൻസുകൾ. എന്നാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. ഓക്കെ, മീൻസ് ബിസിനസ്മാൻ്റെ അക്കൗണ്ട് 0 ബാലൻസ് ആവണമെങ്കിൽ അത്രയും തുക തിരിച്ചടക്കണം. ഡെബിറ്റ് ബാലൻസ് ആയി പോയിട്ടുണ്ട്. അതായത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് നമുക്ക് തന്നത് ₹20,000 ആണ്. അതിനർത്ഥം 20,000 ബിസിനസ്മാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ 0 ബാലൻസ് ആവുള്ളൂ. ഓക്കെ, മൈനസിലാണിപ്പോൾ പോകുന്നത്. പാസ്ബുക്ക് ഡെബിറ്റ് ആവുക എന്ന് പറയുമ്പോൾ മൈനസ് ആവുക എന്നാണ്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് തന്നത് പാസ്ബുക്ക് ബാലൻസ് തന്നെയാണ്. എന്നാൽ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെന്ന് മാത്രം. അപ്പോൾ ഒന്നുമില്ല, ഇതിനെ മൈനസ് ചെയ്യുന്ന കോളത്തിൽ കൊടുത്താൽ മതിയാവും. കാരണം മൈനസ് ബാലൻസ് ആണല്ലോ അക്കൗണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പ്ലസ് ചെയ്യരുത്, ഇതിനെ മൈനസ് ചെയ്യാൻ വേണ്ടി ഇവിടെ മാറ്റി വെക്കുക. ആ ഒരു വ്യത്യാസം മാത്രം. ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ. ഓക്കെ, ക്യാഷ് ബുക്ക് ബാലൻസ് സ്റ്റാർട്ടിങ്ങിൽ തന്നാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് വർക്കാണ് പാസ്ബുക്ക് ബാലൻസ് തരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതേ സംഭവം തന്നെ. ആ ലോജിക്കുകളിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഓൺലി ദ ഡിഫറൻസ് ഈസ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഈസ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, അപ്പോൾ നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. പിന്നെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്: ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, റോങ് ഡെബിറ്റ് മെയ്ഡ്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം.
ഹെഡിങ് കൊടുക്കുക സാധാരണ പോലെ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആശ ആൻഡ് കമ്പനി ആസ് ഓൺ December 31, 2017. ക്വസ്റ്റ്യനിൽ തന്ന പോലെയുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കാണ്. അപ്പോൾ അത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് നിങ്ങൾ ആ മൈനസ് കോളത്തിലാണ് അതിനെ കൊടുക്കേണ്ടത്. ക്ലിയർ? സാധാരണ നമ്മൾ ഫസ്റ്റ് കോളത്തിലാണ് കൊടുത്തിരുന്നത്, പ്ലസ് കോളത്തിൽ. ഇനി അത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് നോർമൽ സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നോർമൽ സിറ്റുവേഷൻ പാസ്ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് വേണ്ടത്. ഇനി ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് ആസ് ഫാർ ആസ് പാസ്ബുക്ക് കൺസേൺഡ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതിയിട്ട് 20,000 മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി സാധാരണ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്, ഓരോ ട്രാൻസാക്ഷനും ഓരോ കോസസും ആ ടൈമിംഗ് ഡിഫറൻസ് വരുന്ന ഓരോ കോസസും വായിച്ച് നോക്കിയിട്ട് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റുകൾ നൽകുക, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഇനി നമ്മൾ ഓരോന്നും വായിച്ച് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ വായിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് രണ്ടാമത്തെ ഇടപാട്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ₹2,000. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ 2 കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അങ്ങനെ സങ്കല്പിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, റൈറ്റ് ഹാൻഡ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അങ്ങനെ സങ്കല്പിക്കുക. എന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇങ്ങനെ അധികം തുക പിൻവലിക്കുന്നതിന് ബാങ്ക് ചാർജ് ഈടാക്കും, ഇൻട്രസ്റ്റ് ഈടാക്കും. വെറുതെ കൊടുക്കില്ല, അതിനൊരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ബിസിനസ്മാൻ, കറണ്ട് അക്കൗണ്ട് ഹോൾഡർ. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ₹2,000 10% ഇൻട്രസ്റ്റ് ചാർജ് ആക്കിയിട്ടുണ്ട്. 2,000 ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാ? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 2,000 കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ബിസിനസ്മാൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് എടുത്ത് നോക്കിയിട്ട് മിനി സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് എടുത്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പാസ്ബുക്കിൽ 2,000 കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ക്യാഷ് ബുക്കിൽ 2,000 മാറ്റം വന്നിട്ടില്ല, അതേപടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക് എന്താ? പാസ്ബുക്ക് ബാലൻസിനെ ക്യാഷ് ബുക്ക് ബാലൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ കുറഞ്ഞതിനെ കൂട്ടണം. ഏത് കൈയാണ് നമ്മുടെ ഉയർന്നിട്ടുള്ള? റൈറ്റ് ഹാൻഡാണ്. റൈറ്റ് ഹാൻഡ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. അപ്പോൾ ഈ താണതിനെ ഉയർത്തണം, താഴ്ന്നതിനെ ഉയർത്തണം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? അതിനെ ആഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. പ്ലസ് ചെയ്യണം. പാസ്ബുക്ക് ബാലൻസാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് പ്ലസ് ചെയ്യണം. അപ്പോൾ ഈ 2,000 പ്ലസ് കോളത്തിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം എന്താ ഐറ്റം എന്നുള്ളത്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക് ₹200. ഇതേ സിറ്റുവേഷനിൽ അവിടെയും വരുന്നുണ്ടാവുക. ബാങ്ക് എന്ത് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന സമയത്തും പാസ്ബുക്ക് ഡെബിറ്റാണ് ആവുക. പാസ്ബുക്കിൽ നിന്ന് കുറയാണ് ചെയ്യുക, ക്യാഷ് ബുക്കിൽ നിന്ന് ഇത് കുറയുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓവർ ഡ്രാഫ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുത്തതുപോലെ തന്നെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇതും ആഡ് ചെയ്യാനുണ്ടാവുക. ഓക്കെ, പാസ്ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ക്യാഷ് ബുക്കിൽ കുറഞ്ഞിട്ടില്ല, ഇതും ആഡ് ചെയ്യാനുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു ഇടപാട് എന്താ? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്നാണ്. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ബിസിനസ്മാൻ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, സപ്ലയർക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്, എന്നാൽ ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റേഷന് വേണ്ടി എൻകാഷ്മെൻറ്റിന് വേണ്ടി പോയിട്ടില്ല. അങ്ങനെയാകുമ്പോൾ അവിടെ സിറ്റുവേഷൻ എന്തായിരിക്കും? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാങ്ക് കോളത്തിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബാങ്ക് കോളത്തിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. കാരണം ബിസിനസ്മാൻ വിചാരിക്കുന്നത് ഇത് അയാളിപ്പോൾ തന്നെ അത് ബാങ്കിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ എന്തോ കാരണത്താൽ ആ ഒരു സപ്ലയർ ബാങ്കിൽ പോകാൻ ലേറ്റായി. അപ്പോൾ ആ ഒരു ഡ്യൂറേഷനിൽ ടൈമിംഗ് ഡിഫറൻസ് മൂലം ബാലൻസ് ആസ് പെർ പാസ്ബുക്കും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും ഡിഫറൻസ് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിലവിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് കുറഞ്ഞിട്ടും പാസ്ബുക്ക് കൂടിയിട്ടുള്ളത്.
ഓക്കെ, ക്യാഷ് ബുക്ക് നിന്നാണ് കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ലെസ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് പാസ്ബുക്ക് ബാലൻസിനെ ക്യാഷ് ബുക്ക് ബാലൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കുമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ പാസ്ബുക്ക് എന്താണ് ഉയർന്നിട്ടും ക്യാഷ് ബുക്ക് താഴ്ന്നിട്ടുമാണുള്ളത്. സോ ഇതിനെ ലെസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 6500 ലെസ് ചെയ്യാനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് എഴുതിയിട്ട് ലെസ് ചെയ്യുന്ന കോളത്തിൽ 6500 കൊടുക്കുക. ഓക്കെ, ഇനിയുള്ള എന്താണ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് കോസസ് ഓഫ് ഡിഫറൻസസ് തന്നിട്ടുള്ളത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് ക്ലിയർഡ് എന്നാണ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന് പറയാം. നമുക്ക് കസ്റ്റമർ ഒരു ചെക്ക് കൊണ്ട് തന്നു, 6000 രൂപയാണ് വാല്യൂ, ചെക്കിൻ്റെ വാല്യൂ. നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ, എന്നാൽ അത് കളക്ട് ചെയ്തിട്ടില്ല, അത് ക്ലിയർഡ് ആയിട്ടില്ല. എന്ന് മീൻസ് നമ്മുടെ പാസ്ബുക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല, പാസ്ബുക്കിൽ അത് വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ റെസീറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ കൂട്ടി കാണിക്കും. ഇപ്പോൾ നിലവിലുള്ളത് ക്യാഷ് ബുക്ക് കൂടിയിട്ടും പാസ്ബുക്ക് കുറഞ്ഞിട്ടുമാണ്. ഓക്കെ, കൃത്യമായിട്ട് നോക്കണേ. അത് ഞാനീ പറയുന്നത് പോലെ ഹാൻഡ് വെച്ചുകൊണ്ട് തന്നെ സങ്കല്പിച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് തന്നെ തെറ്റാതെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത മാറുന്നതിനനുസരിച്ച് അത് തെറ്റിപ്പോവും. അപ്പോൾ ഈ ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ കൊണ്ടുപോകാൻ പറ്റും. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് ക്ലിയർ ചെയ്തിട്ടില്ല, മീൻസ് എൻകാഷ്മെൻ്റ് ആയിട്ടില്ല, പാസ്ബുക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ സിറ്റുവേഷൻ വരുന്നുണ്ടാവുക ക്യാഷ് ബുക്ക് കൂടിയിട്ടും പാസ്ബുക്ക് കുറഞ്ഞിട്ടും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, പാസ്ബുക്കിനെ ക്യാഷ് ബുക്കുമായിട്ട് തുല്യമാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. ഈ 6000 നമ്മൾ പ്ലസ് കോളത്തിലാണ് കൊടുക്കേണ്ടത്, കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ. ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടെ തന്നിട്ടുണ്ട്. റോങ്ലി ഡെബിറ്റഡ് ബൈ ദ ബാങ്ക് ₹500. ഒരു 500 രൂപ റോങ് ആയിട്ട് ബാങ്ക് ഡെബിറ്റ് ചെയ്തു, മീൻസ് പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞു. ബാങ്ക് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പാസ്ബുക്ക് ഡെബിറ്റായി, പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞു എന്നാണ്. പാസ്ബുക്കിൽ നിന്ന് കുറയുമ്പോൾ ക്യാഷ് ബുക്കിൽ നിന്നും കുറയണമല്ലോ. അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല, പാസ്ബുക്കിൽ നിന്ന് മാത്രമാണ് കുറഞ്ഞത് 500 രൂപ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, പാസ്ബുക്ക് കുറഞ്ഞിട്ടും ക്യാഷ് ബുക്ക് കൂടിയിട്ടുമാണ്, അപ്പോൾ അതും കൂട്ടണം. ഓക്കെ, പ്ലസ് ആണ് വരിക. അപ്പോൾ ആ 500 കൊടുക്കേണ്ടത് പ്ലസ് കോളത്തിലാണ്. അപ്പോൾ ട്രാൻസാക്ഷൻസൊക്കെ കഴിഞ്ഞു, നമുക്ക് തന്നിരിക്കുന്ന കോസസ് ഓഫ് ഡിഫറൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നോക്കാം. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 17,800 ആ 17,800 നമുക്ക് ലഭിച്ചത് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് ലഭിക്കുന്നുണ്ടാവുക. ഓക്കെ, ഡിഫറൻസ് നോക്കുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിനെ ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 17,800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, 17,800 അങ്ങോട്ട് കൊടുക്കാനാണുള്ളത്. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ബാങ്ക് ബാലൻസ്, ബാങ്ക് കോളത്തിലെ ബാലൻസ് നമുക്കുണ്ടാവുക ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് അല്ല, ക്രെഡിറ്റ് ബാലൻസ് ആണ്. കാരണം ഓവർ ഡ്രാഫ്റ്റ് ആണ്. 17,800 കൂടി ബാങ്കിന് അങ്ങോട്ട് കൊടുക്കാനാണ്. ഓക്കെ, അങ്ങനെയാണ് ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ സോൾവ് ചെയ്യണം. ഇവിടെ വ്യത്യാസമായിട്ട് വന്നത് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും കോസസ് ഓഫ് ഡിഫറൻസസും നമ്മൾ പഠിച്ചു തന്നെയാണ്. ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ഏത് ആഡ് ചെയ്യണം, ഏത് ലെസ് ചെയ്യണം എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് തന്നെയാണ്. മറ്റ് പുതുമകളൊന്നും ഈ ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ സ്പീഡിൽ വളരെ ഫാസ്റ്റായിട്ട് വിത്തിൻ ദ ലിമിറ്റഡ് ടൈം സ്പാൻ എക്സാമിന് ചെയ്യാൻ വേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ലെറ്റ് us see again with some other examples. നമ്മൾ ഓൾമോസ്റ്റ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട തിയറീസൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തു. ഇത് പാർട്ട് 4 വീഡിയോ ആണ്. ഫുൾ പാർട്ട് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പൂർണ്ണമായ ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകും. ലെറ്റ് us see again. Thank you for all.